എന്തായാലും നമുക്ക് ഇന്ന് വന്നത് ഗ്രില്ല് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലം തന്നെ. ശരിയാ. നീ എന്തുകൊണ്ടാ ഇവിടെ തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം? എടാ ഇവിടെ നല്ല പ്രകൃതി ഞാൻ നിന്നോട് പറഞ്ഞത് രമണിയായിട്ടുള്ള ബന്ധം വേണ്ട. നിനക്ക് എന്തിന്റെ കേടാടാ? ആ രമണിയില്ല, മറ്റേ പ്രകൃതിയിലെ രമണി. മക്കളെ പച്ചക്കറി ഫുള്ള് റെഡി ആക്കി കിട്ടോ. ഈ ഫുള്ള് ചിക്കൻ മാത്രമേ വരാനുള്ളൂ, ബാക്കിയൊക്കെ സെറ്റാ. എടാ മറ്റേ സാധനം കിട്ടിയോ? കോയിനെ തിരിക്കുന്ന കമ്പി. ഞാൻ കമ്പി പണിക്ക് പോവാ. അപ്പൊ അല്ലടാ ഗ്രില്ലിന്റെ കമ്പി. അതവിടെ ഉണ്ട്. മസാല ഒക്കെ റെഡി ആയോ? ഇപ്പൊ ജിമ്മ് പോകുന്നുണ്ട്, അതിനോട് വലിയ കുഴപ്പമില്ല. എന്താ അറിയില്ല, മസിലോണ്ട് വരുന്നില്ല. പ്രോട്ടീൻ കുറവായിരിക്കും, ശരിയായിരിക്കും അല്ലേ? എടാ മസിലല്ലടാ മസാല. അത് സെറ്റാ. സെറ്റായി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? കോഴി വന്നോ? കോഴി. എടാ കോഴിയില്ല. കോയിനെ വിളിച്ചു. കോയിനി എടാ നീ അതിനെ വിളിച്ചിട്ട് ഇന്ന് രാവിലെ പറഞ്ഞിട്ടുള്ളൂ ഞാൻ കോഴി മേടിക്കാൻ. എടാ ഇന്ന് രാവിലെ 3 മണിക്ക് എണീച്ചിട്ട് മെയിൽ ചെയ്താ. 3 മണിക്കോ? രാവിലെ 3 മണിക്ക് എണീച്ച് ഞാൻ മെയിൽ ചെയ്താ. എടാ ഓന്റെ കൈമേൽ പാമ്പ് ആപ്പിള് മുടുങ്ങൂലേ? ഗെയിമുള്ള ഫോണാണുള്ളത്, അതിൽ മെയിലൊന്നും ഇല്ല. വാങ്ങി വരാൻ പറയും, സമയമില്ല. എടാ എടാ അന്നല്ല, മറ്റേ സാധാ കോയില്ലേ? എന്തോന്ന് ഇത്? അല്ല മക്കളെ, കോഴി എവിടെ? പച്ചക്കറി വെറുതെ എടുക്ക. എടാ ഇനി കോഴി കിട്ടാതിരിക്കോ? പോയതാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ നെട്ടും. പറമ്പത്ത് കോഴികളുടെ രാജാവ്, സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളുടെ പേടി സ്വപ്നം, അമരേന്ദ്ര കോഴി നിഹാദ്. എടാ ആദ്യം കോഴി ഒന്ന് വരട്ടെ. വെല്ലടിയുണ്ട്. ഹലോ, ഈ വെള്ളം വാങ്ങിക്കോ. നാടൻ വേണോ മറ്റേ വേണോ? നാടൻ എടുത്തോ. ഓക്കെ. അയ്യോ നിഹാദ്. ഹലോ, അവിടെ നിർത്താനാണ് പോലും. ശരിയല്ലേ? പക്ഷെ നിന്നെ കൊണ്ട് പറ്റൂ, നീ വിചാരിച്ചാലേ നടക്കൂ. പോയി വാങ്ങിട്ട് വന്നാ മതി. വന്നടാ. എടാ കിട്ടിയോ? കിട്ടാൻ വരുന്നുണ്ടല്ലോ. കിട്ടിയോ? നിങ്ങളെന്താണ് പറഞ്ഞത്? ഇതെന്ത് കോഴി? നീയല്ലേ കോഴി വാങ്ങാൻ പറഞ്ഞേ? ഒരു മിനിറ്റ്. റോഷൻ എനിക്ക് ജസ്റ്റ് പീസ് അല്ലേ വേണ്ടത്? ജസ്റ്റ് പീസ്. നീ ഒന്നും വാങ്ങാൻ പറയാൻ 2 വാങ്ങി. റോഷൻ ഇവനല്ലേ നീ പറഞ്ഞ വലിയ കോഴി തമ്പുരെ? ബാബുവിനെ ഡയലോഗ് അടിച്ചിട്ട് ഇപ്പൊ ഒന്നും ഉണ്ടല്ലേ? ചെസ്റ്റ് പീസ് അടിക്കൊണ്ടിട്ട് കമ്പിയിലിട്ട് കറക്കാൻ കൊണ്ട് ഇവനെ ഞാനുണ്ടല്ലോ.